Hey hello guys, assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യം ചെമ്മീനാണ്. ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെമ്മീൻ എണ്ണ ചൂടായതിനു ശേഷം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ അവിടെ ഫ്രൈ ആവണ വരെ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ഓയിൽ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു അരമണിക്കൂർ ഞാനിവിടെ നനച്ചിട്ട് കുതിർത്തിട്ട് വാര വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മഞ്ഞ കളറാവണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു പിരി സൗണ്ട് കേൾക്കും, അതുവരെ നമുക്ക് വറുത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അരിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വീണ്ടും ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് സവാളാണ്. ഞാനിവിടെ മീഡിയം സൈസ് 4 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതും നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കണം. സോഫ്റ്റ് ആവണ വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളർ മാറുന്ന വരെ. അങ്ങനെ നമ്മൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി തക്കാളി വഴന്ന് വരുന്ന വരെ. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും പൊതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത പാത്രത്തിലത്തെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഴമ്പ് പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുക്കറിൽ വിസിലും വന്നിട്ടുണ്ട്. 3-4 വിസിൽ വന്നിട്ടുണ്ട്. നമ്മളെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. 3-4 വിസിൽ അടിച്ചതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ദമ്മിടാനുള്ള പ്രോസസ്സിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് ചോറ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ മേലത്തെ കുറച്ച് ഭാഗത്ത് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ലെയർ ആയിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ലെയർ ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചോറ് അതിന്
മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മല്ലിച്ചപ്പ് ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പത്തിന് നമ്മളെ ബിരിയാണി ഇവിടെ ദമ്മായി കിട്ടും കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ദമ്മ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഉള്ളി സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാങ്ങ അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല റെസിപ്പീസ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.